പാടണേ. ഗോവിന്ദ്, എങ്ങനെ തോന്നുന്നു പാട്ട് പാടിയിട്ട്? കുഴപ്പമില്ല, നന്നായി പാടിയല്ലേ? ജസ്നെ, വാവ നന്നായി ഡാൻസ് കളിച്ചല്ലോ. നിങ്ങളുടെ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പ് മാറ്റി മാറ്റി അങ്ങ് കളിക്കുമായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ മോളു? ജസ്നെ നന്നായി പാടി. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ പാട്ടും ആ നടത്തും ഒക്കെ. ശരിക്കും അങ്ങ് അഭിനയിച്ച് ശരിക്കും പാടുമായിരുന്നു. നന്നായിരുന്നു. നമുക്ക് അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. ശരത്തേട്ടോ? നന്നായിരുന്നു കേട്ടോ. എല്ലാവരും മോളെ കൊള്ളായിരുന്നു കേട്ടോ. മോള് പാടിയത് മോൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ കുഞ്ഞു മോള് തകർക്കായിരുന്നല്ലോ. എന്താ മോളുടെ പേര്? എന്താണ്? കല്ലായിജിത്തോ? എന്താണ് മോളെ? അന്ന ഏഞ്ചൽ. ഏഞ്ചൽ തന്നെ മോള് കേട്ടോ. യഥാർത്ഥത്തിലൊരു മാലാക്ക. മൊത്തം വെള്ളയായിരുന്നെങ്കിൽ പറന്ന് നടക്കായിരുന്നു ഇവിടൊക്കെ കേട്ടോ. ആ, മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. ആരാ മോളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ കൊള്ളാം കേട്ടോ. നന്നായിട്ട് മക്കൾക്കൊരു ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു ഭാവിയുണ്ട് മോളെ കേട്ടോ. കേട്ടോ മോള്? പാർത്ത മുതൽ നാളെ ഏത് കോളേജ്? മാളയിലാണ്. ചുമ്മാ അല്ല ഈ കുഴലിന് ഇത്രയും ശക്തി. എന്റെ ചെവിക്കല് പൊട്ടി, സത്യം ഞെട്ടിപ്പോയി. ഞങ്ങളുടെ നമ്മൾ എന്തൊക്കെയാ കുഴപ്പമെന്നൊക്കെ നോക്കാൻ പെട്ടെന്ന് ഫുൾ വെലോസിറ്റി. അത് 2 തവണ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാ ഈ പവർ കിട്ടി? എവിടുന്ന്? കോളേജില്. ആ, വീട്ടിൽ പോകാറില്ലല്ലോ. കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അത് ലിറിക്സ് ഒക്കെ നോക്കണം. വേറെ ഏതാണ്ടൊക്കെയാ പാടിയത്. അത് കുഴപ്പമില്ല. കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാൻ ശ്രമിക്കണം കേട്ടോ. അമ്മ പാടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മോള് കയറി അങ്ങ് പാടിയത്. വെച്ചങ്ങ് അലക്കി. അമ്മ കുറേ നിൽക്കട്ടെ, ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ. കൊള്ളായിരുന്നു കേട്ടോ. നന്നായിരുന്നു. ചങ്ങനാണ് പാടിയത് നന്നായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ശ്രുതി പ്രാബ്ലം ഉണ്ടായിരുന്നു. അറിയുന്ന അതെന്തോ ഒരു ലൈനില്ലേ, അറിയിക്കില്ല നീ ആരും. ആ, അത് സൂപ്പറായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കണ്ണാളനെ ആ ടെമ്പോയിൽ അതങ്ങോട്ട് സെറ്റാവുന്നതെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല കേട്ടോ. അത് കുറച്ച് കണ്ണാളിന് ഒരുമാതിരി മറ്റേ വായുഗുളിക്ക് പോകുന്ന ഫീലുണ്ടായിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട്. അതിന് മോളെ വേറൊരു കാര്യം ചോദിക്കട്ടെ. കണ്ണാനത് കണ്ണൈനേറ്റോട് കാണവില്ലേ ഇല്ലേ എന്നുള്ളൊരു സുഖം വേണം. മോളില്ലേ ഇങ്ങ് അറ്റം വരെ വെച്ച് പിടിക്കുന്നു ഒരേ വെലോസിറ്റിയിൽ. അത് ശ്രദ്ധിച്ചാൽ മതി. ചേട്ടൻ പാടുന്ന ആളല്ലേ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഹീറോ മോനെ തൂഹി മേര അല്ലേ, മേരിയ. ആ തൂഹി എന്നുള്ളതുണ്ടല്ലോ അതില്. അത് മോൻ പല ആ റിപ്പീറ്റില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോൻ പാടിയത് കേട്ടോ. കേട്ടോ, മോൻ പാടിയത് നന്നായിരുന്നു. അതിൻ്റെ ഒരു ആണാവാനുള്ളൊരു ശ്രമം അതിനകത്തുണ്ടായിരുന്നു. കുറച്ച് എക്സ്ട്രാ ബേസ് ഒക്കെ ഇട്ട്. ഓ താങ്ക് യു. ഇപ്പോഴൊന്നും ആണാവര് നോക്കേ. എത്രയോ വർഷങ്ങൾ കിടക്കുന്നു കേട്ടോ. ഇപ്പൊ പെങ്കൊച്ചായിട്ടിരുന്നാ മതി. കൊള്ളാം കേട്ടോ മോനെ, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. താങ്ക് യു സർ. സൗമ്യ ചേച്ചി? ഗോവിന്ദേ, ആദ്യം കുറച്ച് അത്ര കേട്ടില്ല, പക്ഷെ മുകളിലൊക്കെ പോകുമ്പോൾ വളരെ നന്നായിരുന്നു. ഹൈ ഓക്ടേഴ്സ് ഒക്കെ പാടുമ്പോൾ നല്ല ശബ്ദം, നല്ല ത്രോ ആയിരുന്നു. നന്നായിരുന്നു, കൊള്ളാം. ലാലി സെക്കൻഡ് ടൈമൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു ശ്രുതിയിൽ. നന്നായിട്ട് പാടാൻ കഴിയുന്നുള്ളല്ലേ. യു ക്യാൻ ഡു വെരി വെൽ. എനിവേ, ശങ്കരേ നന്നായിരുന്നു. ആ സംഗതി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ആദ്യം കുറച്ച് ഷാർപ്പായിരുന്നു. ശക്കലം ശ്രദ്ധിച്ചോളണം. ജസ്ന കലക്കി. നന്നായിരുന്നു. ഫസ്റ്റ് സോങ് വാസ് റിയലി റിയലി ഗുഡ്. പിന്നെ അമ്മയുടെ കൂടെ ചേർന്ന് പാടുമ്പോൾ കുറച്ചിങ്ങനെ സസ്റ്റൈനിലൊക്കെ ഇങ്ങനെ കുറച്ച് എൻഡിലൊക്കെ കുറച്ച് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ജസ്ന നന്നായിട്ട് പാടി കേട്ടോ. ഇറ്റ് വാസ് റിയലി ഗുഡ്. അമ്മയും കുറച്ചു നേരം എനിക്ക് ചെവി, അതായിരിക്കും എനിക്ക് ഗോവിന്ദ് പാടുമ്പോൾ ശരിക്കും കേൾക്കാനിരുന്നത്. അത് ഭയങ്കര ഒരു വോല്യൂമായിരുന്നു. ആൻഡ് നല്ല നേസൽ ടോണാന്ന് തോന്നുന്നു അല്ലേ. അത് കുറച്ച് ശ്രദ്ധിക്കണം. ആ പാട്ടിന് അത് സൂട്ടബിൾ ആയിരുന്നില്ല അത്രയ്ക്കും. പിന്നെ തമിഴ് വേർഡ്സൊക്കെ കുറച്ച്
ശ്രദ്ധിച്ചു പാടിയാൽ മതി. അല്ലെങ്കിൽ നന്നായിരുന്നു. യു വർ റിയലി ഗുഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവിടെ കണ്ടതിന് നല്ലതായിരുന്നു. ഓവറോൾ വെരി ഗുഡ് പെർഫോമൻസ്. വേണു സർ. രണ്ട് ഫാമിലിയുടെയും ശരികളുടെയും തെറ്റുകളുടെയും ബാലൻസ് ഒന്ന് തന്നെയാണ്. ടോട്ടലി റിതം റൗണ്ട് കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. ജസ്ന മോളുടെ തുടക്കം മോൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു സുഖം ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ. അപ്പോൾ യു ടുക്ക് ദ ഇനിഷ്യേറ്റീവ് അല്ലേ, നന്നായിരുന്നു. പിന്നെ മോൻ്റെ വോയിസ് മോനക്ക് ഓൾറെഡി ഉള്ള വോയിസ് ഇനിയും കുറച്ചുകൂടെ വോളിയം കൊടുക്കണം. മോനെ വോളിയം കൊടുത്ത് ശീലിച്ചാൽ ഇമ്പ്രൂവ്ഡ് ആവും. പിന്നെ ശങ്കർ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. മോനെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തു. പിന്നെ കൊച്ചു കൊച്ചു മിസ്റ്റേക്സ് പറഞ്ഞത് റെക്ടിഫൈ ആവുന്ന മിസ്റ്റേക്സ് ഉള്ളത്, വലിയൊരു സിവിയർ മിസ്റ്റേക്സ് ഒന്നുമല്ല. അല്ലെങ്കിൽ നന്നായിട്ട് പാടി. അത് ഈ പറഞ്ഞാൽ റോങ് സെലക്ഷനാണ് മോളെ. പാട്ട് ഈ ഒരു ഋതത്തിന് പറ്റിയ അത് കുറച്ചുകൂടെ ഫീലുള്ള പാട്ടാണത് അല്ലേ. കുറച്ചുകൂടെ നമ്മളത് സസ്റ്റെയിൻ ചെയ്തൊക്കെ പോയാലേ സുഖമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാടി തീർത്തു എന്നൊരു ഫീലിങ്ങേ വരുള്ളൂ. അതർവൈസ് പാടി നന്നായിരുന്നു. ആ താളത്തിന് അത് ഒപ്പിച്ച് പാടി. ഓക്കെ. മോന് ഗോവിന്ദിനെ പറ്റിയത്, ഗോവിന്ദിൻ്റെ തുടക്കത്തിൽ മോൻ്റെ കുറ്റമല്ല, വോയിസിന് കുറച്ച് സ്ട്രെങ്ത് കുറവുണ്ട്. മോളിൽ പോകുമ്പോൾ നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യുക. നന്നായിരുന്നു. നിങ്ങളുടെ കോർഡിനേഷൻ ഹാർമണിയൊക്കെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗോവിന്ദ്, അപ്പോ മാർക്ക് ചോദിക്കല്ലേ? ചോദിക്കാലോ ജസ്ന? ഓക്കെ. ജസ്ന, നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. 9 മാർക്സ്. സൗമ്യ ചേച്ചി? ജസ്ന 9 മാർക്സ്. 9 മാർക്സ് അഗെയിൻ. ഗോവിന്ദ് 9 മാർക്സ്. 9 മാർക്സ്. വേണു സർ? ഗോവിന്ദന്